നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷിയുടെ ഒരു തുള്ളി കണ്ണുനീര് നീ കാരണം ഈ മണ്ണിൽ വീടരുതെന്ന് നീ പ്രതിജ്ഞ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മോനെ. അത് നീ മനസ്സിലാക്കണം. ഒരു പുഴുവിനെ ഞെരിക്കുന്നത് പോലെ നിന്നെ ഞാൻ ഞെരിച്ചു കൊല്ലും. എന്നിട്ട് നിന്റെ ശവശരീരം ചാക്കി കെട്ടി അറബിക്കടലിൽ കൊണ്ട് തള്ളും. ആ ഓർമ്മയോടെ വേണം നീ എന്റെ മക്കളുടെ ബെഡ്റൂമിൽ കയറാൻ. മനസ്സിലായോടി? മക്കളെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ മുമ്പത്തെ പോലെ ശക്തമായതിനെ നേരിടാത്തത് എന്റെ ബലഹീനത കൊണ്ടൊന്നുമല്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് മാത്രമേ ഇപ്പോ അറിയൂ. ദേ, നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പരീക്ഷണത്തിൽ വിജയിക്കണം. പ്രത്യേകിച്ച് കാർത്തി. ജ്യോതിഷ സത്യ എല്ലാത്തിലും കള്ളന്മാരുള്ളതുപോലെ ഇത് പറഞ്ഞു നടക്കുന്നതിലും കള്ളന്മാരുണ്ട്. പക്ഷേ വാഴപ്പാടി തിരുമേനി അക്കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരുമേനി പറയുന്നു. ദുർമരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിന്റെ തുടക്കമാണോ എന്റെ മകൾ നന്ദിനിയുടെ ഈ ക്യാൻസർ രോഗമെന്ന് ഞാൻ സംശയിക്കാൻ മോനെ. എന്റെ നന്ദിനി മോള് എന്നിൽ നിന്ന് വേർപെട്ടു പോകുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറയുന്നു. കാര്യങ്ങൾ നിങ്ങളെങ്കിലും ബോധ്യപ്പെടണം. പ്രസവിച്ചതല്ലെങ്കിലും നന്ദിനി നിങ്ങൾ രണ്ടുപേരുടെ അമ്മയാണ്. അവളുടെ രോഗം മാറണം. ചെമ്പകമംഗലത്തുള്ള ആർക്കും ഒരാപത്തും ഉണ്ടാവരുത്. അതുകൊണ്ടാ ആ ജോയ്സർ പറഞ്ഞ തീരുമാനത്തെ മുത്തശ്ശി അനുകൂലിക്കുന്നത്. മക്കളെ, മുത്തശ്ശി, മീനാക്ഷിയുടെ ഒരു തുള്ളി കണ്ണുനീര് നീ കാരണം ഈ മണ്ണിൽ വീടരുതെന്ന് നീ പ്രതിജ്ഞ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മോനെ. അത് നീ മനസ്സിലാക്കണം. മീനാക്ഷി കരയാൻ ഞാൻ അനുവദിക്കില്ല മുത്തശ്ശി. അത് മുത്തശ്ശിയാണ് സത്യം. ഇത് ഈ വീട്ടിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. അത് മനസ്സിൽ കരുതി മുമ്പോട്ട് പോവുക. ചെല്ലേ. കാർത്തേട്ടാ, എന്താ പ്ലാൻ? പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവായിട്ട് വരുന്നതിനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. അതിന് നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സോടെ നിന്നാലേ പറ്റൂ. ഇനി എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? നീ പൊക്കോ. എന്തിന്? ഞാനും കാർത്തിയും കുഞ്ഞും മാത്രം ഇവിടെ ഉറങ്ങണമെന്നാ ജോത്സ്യം പറഞ്ഞേക്കുന്നത്. നിക്ക് നിക്ക് നിക്ക്.
നിന്നോട് ഈ മുറിയിൽ ഉറങ്ങിക്കൊള്ളാൻ ജോൽസിന്റെ നിർദ്ദേശപ്രകാരം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അത് നീ ചെയ്തു. പക്ഷേ മീനാക്ഷി ഈ മുറിയിൽ നിന്ന് പോവില്ല. ഇവളെന്റെ ഭാര്യ. ജോത്സ്യം പറഞ്ഞതുപോലെ നമ്മൾ അനുസരിക്കുന്നു അല്ലേ കാർത്തിയേട്ടാ? അതെ അതെ അതെ, ജോത്സ്യം പറഞ്ഞതനുസരിച്ചല്ലേ പറ്റൂ. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എന്തിനാടി ഞാൻ പേടിക്കുന്നത്? നിന്നെ എറിഞ്ഞു കളഞ്ഞ് കാർത്തി എന്നെ സ്വീകരിക്കുമെന്നുള്ള പേടി. നിന്റെ വൈശാഖിനെ പോലെ കാണുന്ന പെമ്പിള്ളാരുടെ എല്ലാം പുറകെ പോകുന്നവനല്ല എന്റെ കാർത്തിയേട്ടൻ. എനിക്ക് എന്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ്. പിന്നെ ഞാൻ ഈ മുറിയിൽ വന്ന് കിടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാ, കുറെ നാളായി എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരൂ. നിന്റെ കഷ്ടകാലത്തിന് നീ കാർത്തിയേട്ടനെ മയക്കാൻ ചെന്ന കാർത്തിയേട്ടൻ നിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും. എന്റെ ഭർത്താവിനെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവളോട് ചിലക്കാതെ ചെന്നിടന്ന് ഉറങ്ങാൻ പറ മീനാക്ഷി. എടി, മര്യാദയ്ക്ക് അവിടെ കിടന്നു, ഞങ്ങൾക്ക് ഉറങ്ങണം. വെച്ചിട്ടുണ്ട്. എന്താ കാർത്തിയേട്ടാ ഇത്? ഛെ. എന്താ കാർത്തിയേട്ടാ ഇത്? ഒരലവിലാതി ആ കർട്ടന്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. ആ ചിന്ത വേണം കേട്ടോ. മീനാക്ഷി, ഇങ്ങ് വന്നേ മീനാക്ഷി. കാർത്തിയേട്ടാ, എന്തായി കാണിക്കുന്നേ? എന്തൊരു ശല്യമായത്! മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. നാശം. കാർത്തിയേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കും മീന. എന്തായി കാണിക്കുന്നേ? മതി, വീട് കാർത്തിയേട്ടാ. അയ്യേ, എന്റെ കുട്ടിമാളും അല്ലേ? അയ്യേ കാർത്തിയേട്ടാ, ഒന്ന് അടങ്ങി കിടക്ക്. ഒന്ന് അടങ്ങി കിടക്കന്റെ കുട്ടിമാളു. ആ മീനാക്ഷി, എന്റെ കാർത്തിയേട്ടാ, നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. മീന, എന്തായി കാണിക്കുന്നേ? കാർത്തിയേട്ടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.